പല ടൈപ്പ് ഓഫ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫംഗ്ഷൻ വിത്ത് നോ ആർഗ്യുമെന്റ് നോ റിട്ടേൺ വാല്യൂ അല്ലെ, ഫംഗ്ഷൻ വിത്ത് വൺ ആർഗ്യുമെന്റ് നോ റിട്ടേൺ വാല്യൂ, ഫംഗ്ഷൻ വിത്ത് ആർഗ്യുമെന്റ് ആൻഡ് റിട്ടേൺ വാല്യൂ. അപ്പൊ ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് ഫംഗ്ഷൻ വിത്ത് നോ ആർഗ്യുമെന്റ് ആൻഡ് നോ റിട്ടേൺ വാല്യൂ. ഈ ഒരു രീതിയിലുള്ള ഒരു ഫംഗ്ഷനാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. അത് ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നില്ലടാ, ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ആർഗ്യുമെന്റ് ഒന്നും അയക്കുന്നില്ല, എന്നിട്ട് ഫംഗ്ഷൻ ബ്ലോക്കിലെ കോഡ് വർക്കിയിട്ട് തിരിച്ച് ഇങ്ങോട്ടും ഒന്നും അയക്കുന്നില്ല. ആ രീതിയിലുള്ള ഫംഗ്ഷനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ സാധാരണ ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കുന്ന സമയത്ത് ഫംഗ്ഷനെ സംബന്ധിച്ചുള്ള 3 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഫംഗ്ഷന്റെ ഡിക്ലറേഷൻ, ഫംഗ്ഷന്റെ കോള്, ഫംഗ്ഷന്റെ ഡെഫിനിഷൻ. ഈ 3 കാര്യങ്ങൾ ചേർത്ത് ചെയ്താൽ മാത്രമേ ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷന്റെ കാര്യങ്ങൾ പൂർണ്ണമാവൂ. ഇപ്പൊ സാധാ പ്രോഗ്രാം ചെയ്യുന്ന പോലെ തന്നെ ഞാൻ എൻ്റെ മെയിൻ എഴുതി വെക്കുകയാണ്. മെയിനിൻ്റെ ഉള്ളിൽ ബ്രേസ് ഓപ്പൺ ചെയ്യുന്നു, ബ്രേസ് ക്ലോസ് ചെയ്യുന്നു. ഞാൻ ഇതിന് മുന്നേ ഞാൻ എൻ്റെ ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്യാണ്. ഹാഷിംഗ് ഇതൊക്കെ വേണ്ട വരും, stdio.h വേണ്ട വരും. ഡയറക്റ്റ് കൊടുക്കാൻ കേട്ടോ, കാരണം കണക്ഷൻ കിട്ടിയിട്ടുണ്ടാവല്ലോ. ദെൻ ഹാഷ് ഇൻക്ലൂഡ് ആംഗിൾ ബ്രാക്കറ്റ് ഓപ്പണിംഗ് conio.h, ഈ 2 ഫയലും ഇൻക്ലൂഡ് ചെയ്തു. ദെൻ മെയിനിൻ്റെ അകത്ത് ഞാൻ നമ്മളെ get ch എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്തു. ഇത്രയും അവിടെ എഴുതി വെച്ചു. നമുക്ക് ഇനി എന്ത് ചെയ്യാനാണ്, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഫംഗ്ഷനെ ഡിക്ലെയർ ചെയ്യണം, അതിനുശേഷം കോൾ ചെയ്യണം, അതിനുശേഷം ഡിഫൈൻ ചെയ്യണം. അപ്പോൾ ആദ്യം എന്തിലേക്ക് പോവാം, ഡിക്ലറേഷനിലേക്ക് പോവാം. അപ്പോൾ ഫംഗ്ഷനെ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് സാധാരണ ഫംഗ്ഷനെ ഡിക്ലറേഷൻ നമ്മൾ മെയിനിന് മുന്നെയാണ് വെക്കുക. അവിടെ വെക്കൂടാ, മെയിനിന് മുന്നേ ഡിക്ലറേഷനാണ്. ഇനി ഫംഗ്ഷനെ ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിനൊരു സിൻടാക്സ് ഉണ്ട്. എങ്ങനെ സിൻടാക്സ്, റിട്ടേൺ ടൈപ്പ് പറയും, റിട്ടേൺ ടൈപ്പ് പറഞ്ഞ ശേഷം ഫംഗ്ഷന്റെ പേര് പറയും, ബ്രാക്കറ്റിന്റെ അകത്ത് നമ്മളെ പാരാമീറ്റേഴ്സിന്റെ പേര് പറയും. ഇപ്പൊ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഫംഗ്ഷന്റെ പ്രത്യേകത എന്താ, നോ ആർഗ്യുമെന്റ് നോൺ റിട്ടേൺ വാല്യൂ. കോൾ ചെയ്യുമ്പോൾ അങ്ങോട്ടേക്കൊന്നും അയച്ചും കൊടുക്കണ്ട, വർക്കിട്ട് തിരിച്ചിങ്ങോട്ടും വരണ്ട, ആ രീതിയിലുള്ള ഫംഗ്ഷനാണ് ഉണ്ടാക്കേണ്ടത്. അപ്പൊ ഞാൻ തിരിച്ചൊന്നും അയക്കാണ്ടോ റിട്ടേൺ ആദ്യം എന്ന് പറയേണ്ട, റിട്ടേൺ അങ്ങനെ സിൻടാക്സ് റിട്ടേൺ ടൈപ്പ് എന്നാണ് ആദ്യം പറയേണ്ടത്. ആദ്യം റിട്ടേൺ ടൈപ്പ് പറയും, പിന്നെയാണ് ഫംഗ്ഷന്റെ പേര് പറയുക, ബ്രാക്കറ്റിനാണ് ആർഗ്യുമെന്റ് അകത്ത് പറയുക. അപ്പൊ തിരിച്ചയക്കാനൊന്നും ഇല്ലല്ലോ ഇവിടെ, ഒന്നും തിരിച്ചയക്കേണ്ടാത്ത ഫംഗ്ഷൻ ആയതുകൊണ്ട് റിട്ടേൺ ടൈപ്പ് എന്ത് കൊടുക്കാം, വോയിഡ് എന്ന് കൊടുക്കാം. എന്നിട്ട് എന്ത് കൊടുക്കണം, ഫംഗ്ഷന്റെ പേര്. ഫംഗ്ഷന്റെ പേര് ഞാൻ ആഡ് എന്ന് കൊടുക്കുകയാണ്. ഫംഗ്ഷന്റെ പേര് ആഡ് എന്ന് കൊടുക്കുകയാണ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു, സെമി കോളൻ എടുക്കുന്നു. ഇനി ഫംഗ്ഷന് തിരിച്ചയക്കാൻ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഡിക്ലെയർ ചെയ്യുമ്പോൾ വോയിഡ് എന്ന് കൊടുത്തത്. ഇനി കോൾ ചെയ്യുന്ന സമയത്ത് ഒന്നും ആർഗ്യുമെന്റുകളൊന്നും പാസ് ചെയ്യാൻ ഇല്ലാത്തത് കൊണ്ടാണ് ബ്രാക്കറ്റിന്റെ അകത്ത് ഒന്നും എഴുതാണ് ഇരുന്നത്. എന്തെങ്കിലും അയക്കണമെങ്കിൽ അതിന്റെ ഡാറ്റ ടൈപ്പ് ഈ ബ്രാക്കറ്റിന്റെ അകത്ത് പറയണം. അപ്പൊ ഒന്നും അയക്കാത്തതും ഒന്നും റിട്ടേൺ ചെയ്യേണ്ടതാത്തതും ഒന്നും അയക്കേണ്ടതായിട്ടുള്ള ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഫംഗ്ഷൻ വിത്ത് നോ ആർഗ്യുമെന്റ് നോ റിട്ടേൺ വരും. ഇപ്പൊ എന്ത് ചെയ്ത് വെച്ചു എന്ന് പറയാം, ഞാൻ ഫംഗ്ഷന്റെ ഡിക്ലറേഷൻ, ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ, ഇത് റിട്ടേൺ ചെയ്യുന്ന സാധനം ഇതാണ്, ഇതിനൊന്നും ആർഗ്യുമെന്റ്സ് ഒന്നും ഇല്ല എന്ന രീതിയിൽ ഫംഗ്ഷനെ ഡിക്ലറേഷൻ ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിനിന്റെ അകത്ത് നിന്ന് എന്ത് ചെയ്യണം, നമ്മൾ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്യണം. നമ്മളെ ഫംഗ്ഷന്റെ പേരെന്താ, ആഡ് എന്നാണ് അല്ലെ. ഒരു ഫംഗ്ഷൻ എങ്ങനെ വിളിക്കുക, കോൾ എങ്ങനെയാ, ഫംഗ്ഷന്റെ പേര്, ബ്രാക്കറ്റ് ഓപ്പണിംഗ്, ബ്രാക്കറ്റ് ക്ലോസിംഗ്, സെമി കോളൻ, ഈ രീതിയിലുള്ള ഫംഗ്ഷനെ വിളിക്കുക. അപ്പൊ ഫംഗ്ഷന്റെ പേരെന്താടാ, ആഡ് എന്നാണ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, സെമി കോളൻ. ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു, ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷനെ വിളിച്ചു. അടുത്ത ലൈനിൽ നോക്കിയടാ, ഇവിടെ എന്താ സംഭവം, get ch, ഇതും എന്ത് തന്നെയാ, അനദർ ഫംഗ്ഷൻ കോൾ. ഫംഗ്ഷൻ കോളിന്റെ രീതി അങ്ങനെയല്ല, ഫംഗ്ഷന്റെ പേര്, ബ്രാക്കറ്റ് ഓപ്പണിംഗ്, ബ്രാക്കറ്റ് ക്ലോസിംഗ്, സെമി കോളൻ. അപ്പൊ ഈ 2 ലൈനിലും ഞാൻ വിളിച്ചത് എന്തിനെ തന്നെയാ, ഫംഗ്ഷനെ തന്നെയാണ്. പക്ഷെ 2 ചെറിയ വ്യത്യാസമുണ്ട്. എന്താണെന്നറിയോ, ആദ്യം കോൾ ചെയ്തത് എന്താണ്, ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനെയും രണ്ടാമത് കോൾ ചെയ്തത് ഒരു പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷനെയാണ്. get ch എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ള കോഡ് എവിടെ ഉണ്ടടാ, അതിന്റെ ഡെഫിനിഷൻ conio.h അകത്തുണ്ട്, അതുകൊണ്ട് നമ്മൾ അത് ഇൻക്ലൂഡ് ചെയ്തത്. പക്ഷെ ആഡ് എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് നമ്മൾ തന്നെ ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. അതുകൊണ്ടാണ് ആഡിനെ നമ്മൾ എന്ത് പറയുന്നത്, യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് ആഡ് എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ള ഡെഫിനിഷൻ നമ്മൾ എഴുതി കൊടുക്കണം. അപ്പൊ ആ സാധാരണ നമ്മൾ ഡെഫിനിഷൻ നമുക്ക് വേണമെങ്കിൽ എവിടെ എഴുതാന്ന് പറഞ്ഞാൽ മെയിനിന്റെ പുറത്തില്ല, മെയിൻ ഇവിടെ അല്ല ക്ലോസ് ചെയ്യുന്നത്, ഇതിന്റെ പുറത്ത് എന്ത് ചെയ്യാം, നമുക്ക് ഡെഫിനിഷൻ എഴുതാം. ഫംഗ്ഷനെ ഡെഫിനിഷൻ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഹെഡറിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫംഗ്ഷൻ ഹെഡറിൽ ആദ്യം എന്ത് പറയും, റിട്ടേൺ ടൈപ്പ് പറയും, എന്നിട്ട് സ്പേസ് ഇട്ടിട്ട് ഫംഗ്ഷന്റെ പേര് പറയും, ദെൻ
ആ ഫംഗ്ഷൻ റിസീവ് ചെയ്യേണ്ട ആർഗ്യുമെന്റ്സ് നമ്മൾ ബ്രാക്കറ്റിന്റെ അകത്ത് പറയും. നമുക്ക് ഉണ്ടാക്കേണ്ട ഫംഗ്ഷൻ ഒന്നും തിരിച്ചയക്കേണ്ടാത്ത ഫംഗ്ഷൻ ആയതുകൊണ്ട് ദാറ്റ് മീൻസ് റിട്ടേൺ ടൈപ്പ് ഒന്നും ഇല്ലാത്തത്, തിരിച്ചൊന്നും അയക്കേണ്ടത് കൊണ്ട് നമ്മൾ റിട്ടേൺ ടൈപ്പ് എന്ത് കൊടുത്തു? വോയിഡ്. ഇനി എന്ത് പറയണം? ഫംഗ്ഷന്റെ പേരെന്താ? ആഡ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണ്ടേ? ബ്രാക്കറ്റിന്റെ അകത്ത് എന്തെങ്കിലും റിസീവ് ചെയ്യാനുണ്ടോ? ഇല്ല. ഉണ്ടെങ്കിൽ അതിന്റെ അകത്ത് കൊടുക്കണമായിരുന്നു. എന്നിട്ട് സെമി കോളൻ അല്ല ഇടുക. സെമി കോളൻ എവിടെയാ? ഡിക്ലറേഷനില്ല. ഇവിടെ എന്താ ഇടുക എന്ന് വെച്ചാൽ ബ്രേസ് ഓപ്പണിങ്ങും ബ്രേസ് ക്ലോസിങ്ങും. ഈ ബ്രേസ് ഓപ്പണിങ്ങിന്റെയും ക്ലോസിങ്ങിന്റെയും അടക്കം നമ്മൾ എന്ത് പറയുക? നമ്മളെ ഫംഗ്ഷൻ എങ്ങനെ വർക്ക് ചെയ്യണം നമ്മൾ ആക്ച്വൽ കോഡ് ചെയ്തു. ഈ ബ്രേസിന്റെ ഓപ്പണിംഗ് ക്ലോസിംഗ് സെറ്റിന്റെ അകത്താണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ള ആക്ച്വൽ കോഡ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ അകത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അഡീഷന്റെ കോഡ് ചെയ്തേണ്ട ചുരുക്കം. അപ്പൊ ഞാൻ ഇതിന്റെ അകത്ത് ഇങ്ങനെ എഴുതുകയാണ്. എന്താ, നമുക്ക് 2 നമ്പേഴ്സ് ആഡ് ചെയ്യല വേണ്ടത്. അഡീഷൻ ഉദ്ദേശിച്ചത് 2 നമ്പേഴ്സ് ആഡ് ചെയ്യലാണ്. അപ്പം ഞാൻ ആദ്യം യൂസറെ കയ്യിൽ നിന്ന് 2 നമ്പർ വാങ്ങിക്കുകയാണ്. നമ്പർ വാങ്ങിക്കുകയാണെങ്കിൽ ആദ്യം യൂസറോട് എന്ത് പറയണം? 2 നമ്പർ എൻ്റർ ചെയ്യുമെന്ന് പറയണം. അപ്പം എൻ്റർ 2 നമ്പേഴ്സ് എന്നുള്ള മെസ്സേജ് കൊടുക്കുകയാണ്. ഈ മെസ്സേജ് കാണുമ്പോൾ യൂസർ എന്ത് ചെയ്യുക? 2 നമ്പർ എൻ്റർ ചെയ്യുക. അപ്പം നമ്പർ റീഡ് ചെയ്യാൻ നമുക്ക് ഏത് ഫംഗ്ഷൻ അറിയാടാ? സ്കാനഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അറിയാം. നമുക്ക് റീഡ് ചെയ്യേണ്ട ഡാറ്റയുടെ ടൈപ്പ് എന്താ? ഇൻറ്റിജർ ആയതുകൊണ്ട് പെർസെൻറ്റേജ് ഡി എന്ന് കൊടുക്കുന്നു. 2 നമ്പർ റീഡ് ഒരുമിച്ച്. അപ്പം 2% ഡി ഒരുമിച്ച് കൊടുത്തൂടെ? ഞാൻ കോമ ഇട്ടിട്ട് ആംബേഴ്സെൻ്റ് എന്ത് കൊടുക്കാം? ആംബേഴ്സെൻ്റ് എന്ത് കൊടുക്കാം? എ എന്നും കോമ ആംബേഴ്സെൻ്റ് ബി എന്നും കൊടുത്തു വെച്ചു. അങ്ങനെയാണ് എ ബി ഞാൻ എന്താണെന്ന് ഡിക്ലെയർ ചെയ്യണം. അത് എവിടെ ഡിക്ലെയർ ചെയ്യാണ്? ഈ ലോക്കൽ ഇതിൻ്റെ അകത്ത് മാത്രം ഡിക്ലെയർ ചെയ്യണം. ഇൻഡ് എ കോമ ബി. ഈ എക്കും ബിക്കും എവിടെ എക്സിസ്റ്റൻസ് ഉള്ളൂ? ഈ ഫംഗ്ഷൻ്റെ അകത്ത് മാത്രമേ എക്സിസ്റ്റൻസ് ഉള്ളൂ. ഇതിൻ്റെ അകത്ത് നിന്ന് എ എന്താണെന്ന്, മെയിനിൻ്റെ അകത്ത് നിന്ന് എന്ന് ചോദിച്ചാൽ അതിന് അറിഞ്ഞൂടാന്ന് പറയും. കാരണം എയും ബിയും ലോക്കലിയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. എവിടാ? എ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രമേ അതിന് എക്സിസ്റ്റൻസ് ഉള്ളൂ. അതിൻ്റെ പുറത്ത് അതെന്താണെന്ന് വെച്ചാൽ ബബ്ബ പറയേണ്ടത്. അപ്പം എയും ബിൻ്റെ അകത്ത് നമുക്ക് ഇപ്പം വാല്യൂ കിട്ടിയിട്ടുണ്ടോ? ഇതിൻ്റെ റിസൾട്ട് നമുക്ക് മൂന്നാമത്തെ ഒരു വേരിയബിൾ വെക്കണം എന്ന് വെച്ചാൽ സി എന്ന് പറയുന്ന വേരിയബിൾ. അപ്പം എങ്ങനെ എഴുതാം? സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് എഴുതാം. സീനെ ഡിക്ലെയർ ചെയ്യണ്ടേ? അപ്പം മുകളിൽ വന്നിട്ട് ആരെ ഡിക്ലെയർ ചെയ്തു? സീനെ ഡിക്ലെയർ ചെയ്തു. സീൻ്റെ അകത്ത് ഇപ്പം എന്തുണ്ട്? എയും ബിയും കൂട്ടിയ റിസൾട്ട് ഉണ്ട്. അപ്പോൾ ഇത് പ്രിന്റ് ചെയ്യാനെങ്കിൽ എന്ത് ചെയ്താൽ മതി? പ്രിന്റ് എഫ് വെച്ചാൽ മതി അല്ലേ? പ്രിന്റ് എഫ് എന്താ കൊടുക്കാം? ദ റിസൾട്ട് ഈസ് പെർസെൻറ്റേജ് ഡി അല്ല, റിസൾട്ട് ഈസ് എന്ന് പ്രിന്റ് ആയതിനു ശേഷം കോളനപ്പുറം വാല്യൂ പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ പെർസെൻറ്റേജ് ഇട്ടാൽ മതി. കോമ ഇടുന്നു. ഏത് വേരിയബിളിലെ വാല്യൂ പ്രിന്റ് ആണ്ടേ? സിയിലെ കോമ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇത് അതായത് ഇവിടെ സംഭവിക്കുന്ന കാര്യം ഒന്ന് നോക്കാം. നമുക്ക് റൺ ചെയ്യുന്ന സമയത്ത് ആ എക്സിക്യൂഷൻ കൺട്രോൾ ഇനീഷ്യലി എവിടെയാണ് വരിക വെച്ചാൽ മെയിനിൻ്റെ അകത്താണ്. നമ്മൾ എത്ര ഫംഗ്ഷൻ എഴുതിക്കും ആദ്യം എക്സിക്യൂഷൻ കൺട്രോൾ വരിക മെയിനിൻ്റെ അകത്ത്. അപ്പം മെയിനിൻ്റെ അകത്തേക്ക് എക്സിക്യൂഷൻ കൺട്രോൾ വന്നു കഴിഞ്ഞാൽ ആദ്യം ഏത് ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു? ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. അപ്പോൾ എക്സിക്യൂഷൻ കൺട്രോൾ നേരെ എവിടത്തേക്ക് പോകും? ആഡ് ഇൻ ഡെഫിനിഷനുള്ള ബ്ലോക്കിലേക്ക്. അത് ഇവിടെയുള്ളത് ഇവിടത്തേക്ക് വരും. കോൾ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും അയക്കുന്നുണ്ടോ? ഇല്ല. അത് നമ്മൾ അടുത്ത പ്രോഗ്രാമാണ്. അയക്കുന്ന രീതിയിൽ നമ്മളിങ്ങനെ മാറ്റും. ഇപ്പോൾ ഒന്നും അയക്കുന്നില്ല, അതുകൊണ്ട് ഇവിടെ ഒന്നും റിസീവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നും റിസീവ് ചെയ്യാൻ നമുക്ക് ഇവിടെ വേണമെങ്കിൽ വോയിഡ് എന്ന് കൊടുക്കാം കേട്ടോ. ബ്രാക്കറ്റിൻ്റെ അകത്ത് വേണമെങ്കിൽ വോയിഡ് എന്ന് കൊടുക്കാം. കൊടുത്താലും കൊടുത്തിട്ടും കുഴപ്പമൊന്നുമില്ല, കൊടുത്താലും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി ഇതിൻ്റെ അകത്തേക്ക് വന്നാൽ എ ബി സി എന്ന് പറഞ്ഞ 3 വേരിയബിൾ ഡിക്ലെയർ ചെയ്യാണ്. അടുത്ത ലൈനിൽ 2 നമ്പേഴ്സ് എന്നുള്ള മെസ്സേജ് കൊടുക്കുകയാണ്. എൻ്റെ 2 നമ്പേഴ്സ് എന്നുള്ള മെസ്സേജ് പറഞ്ഞ ഈ സമയത്ത് യൂസർ 2 നമ്പർ എൻ്റർ ചെയ്യും. എൻ്റെ അകത്ത് ഞാൻ 2ഉം ബിൻ്റെ അകത്ത് 3 കൊടുത്തതെന്ന് വെച്ചു. അപ്പോൾ അടുത്ത ലൈനിൽ എ പ്ലസ് ബി സംഭവിക്കും. സിൻ്റെ അകത്ത് എന്തുണ്ടാവും? 5 എന്ന് പറയുന്ന വാല്യൂ ഉണ്ടാവും. അടുത്ത ലൈനിൽ എന്ത് പ്രിൻ്റ് ആവും? 5 പ്രിൻ്റ് ആവും. അതിന് ശേഷം എക്സിക്യൂഷൻ കൺട്രോൾ തിരിച്ച് എവിടത്തേക്ക് പോകും? എവിടെ നിന്നാണോ വന്ന് അവിടത്തേക്ക് തിരിച്ചു. അപ്പോൾ ഈ ഇതെന്തിൻ്റെ ഏത് തരം എക്സാമ്പിൾ ആടാ? ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ ആർഗ്യുമെൻ്റ് ഒന്നും അയച്ചു കൊടുക്കുന്നില്ല. അതേപോലെ തിരിച്ച് അങ്ങോട്ടേക്ക് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ആരാണോ അയാൾ വിളിച്ചത് അയാൾക്ക് അങ്ങോട്ടേക്ക് എൻ്റെ പാരൻറ്റിലേക്ക് ആരാണോ അയാൾ വിളിച്ചത് അയാൾക്ക് തിരിച്ചൊന്ന് അയച്ചു കൊടുക്കും. ഇനി ഈ പ്രോഗ്രാം നമുക്ക് എന്തായി മാറ്റണം? യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ വിത്ത് ആർഗ്യുമെൻറ്റ് ആൻഡ് റിട്ടേൺ വാല്യൂ. അതായത് ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണടാ? ആർഗ്യുമെൻ്റ് അങ്ങോട്ട് അയച്ചു കൊടുക്കണം. ആ ഫംഗ്ഷൻ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ വർക്ക് ചെയ്തിട്ട് ആരാണോ ചങ്ങായിനെ വിളിച്ചത് ആ വിളിച്ചാക്ക് എന്ത് ചെയ്യണം? ഒരു വാല്യൂ അങ്ങോട്ടേക്ക് വെച്ചു കൊടുക്കും. 2 വേ കോൾ ചെയ്യുമ്പോൾ അങ്ങോട്ടേക്ക് കോളിയും അയച്ചു കൊടുക്കുന്നുണ്ട്, വർക്ക് ചെയ്തിട്ട് തിരിച്ച് ഇങ്ങോട്ട് അയക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് ചില മാറ്റങ്ങൾ വരുത്തണം. അതുകൊണ്ട് പ്രോഗ്രാമിൻ്റെ അകത്ത് ഇപ്പോൾ എഴുതിയ കോഡിൻ്റെ അകത്ത് വോയിഡിന് പകരം ആദ്യം എന്താ പറയുന്നത്? റിട്ടേൺ ടൈപ്പാണ് പറയുന്നത്. തിരിച്ചയക്കേണ്ട വാല്യൂവിൻ്റെ ടൈപ്പാണ് പറയുന്നത്. ഒരു അഡിഷൻ ഓപ്പറേഷൻ നടന്നാൽ അതിൻ്റെ റിസൾട്ട് ഈസ് ആൻ ഇൻറ്റിജർ വാല്യൂബിൾ അല്ലേ? അപ്പോൾ തിരിച്ചയക്കുന്ന വാല്യൂ എന്തായിരിക്കും? ഇൻറ്റിജർ ആയിരിക്കും അല്ലേ? അപ്പോൾ റിട്ടേൺ ടൈപ്പ് ഇവിടെ എന്ത് കൊടുക്കാം? ഇൻറ്റ് എന്ന് കൊടുക്കും.
ഇനി ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് വാല്യൂ എവിടത്തേക്ക് അയച്ചു കൊടുക്കണടാ? ഈ ഡെഫിനിഷൻ ബ്ലോക്കിലേക്ക് അയച്ചു കൊടുക്കണം. രണ്ട് വാല്യൂസ് അയക്കണം. അപ്പോൾ രണ്ട് വാല്യൂസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഡാറ്റ ടൈപ്പ് മാത്രമേ നമ്മൾ പറയുള്ളൂ. രണ്ട് ഇൻറ്റിജർ വാല്യൂ ആണ് നമുക്ക് അയച്ചു കൊടുക്കണം. പിൻ്റെ നോട്ട്. ഇനി നേരം മെയിനിൻ്റെ അകത്ത് വന്നപ്പോൾ ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണടാ? രണ്ട് വാല്യൂ അയച്ചു കൊടുക്കണം. അയച്ചു കൊടുക്കുന്ന സമയത്ത് ഇവിടെയുള്ള കിടക്കുന്ന ഈ കോഡുകളൊക്കെ ഇല്ലടാ. ഈ കോഡൊക്കെ ഞാൻ ഇവിടെ നിന്ന് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോഡ് ഞാൻ ഇവിടെ നിന്ന് കട്ട് ചെയ്യണം. എന്നിട്ട് ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ മെയിനിൻ്റെ അകത്ത് കൊണ്ടുവച്ചു. ഒന്നുമില്ല, എനും ബിനും സിനും ബ്ലോക്ക് ഓഫ് കോഡിൻ്റെ മെയിനിലേക്ക് കൊണ്ടുവച്ചു. അപ്പം ഡയറക്റ്റ് മെയിനല്ലേ വർക്ക് ചെയ്യുക അല്ലേ? മെയിനല്ലേ വർക്ക് ചെയ്യുക. അപ്പം 3 വേരിയബിൾ ഡിക്ലെയർ ചെയ്യും. എൻ്റെ 2 നമ്പേഴ്സ് പറഞ്ഞിട്ട് 2 3 ആർക്ക് കിട്ടും, എക്കും ബിക്കും കിട്ടും. ഇനി ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് എൻ്റെയും ബിൻ്റെയും വാല്യൂ ആർക്ക് അയച്ചു കൊടുക്കണം? ഈ ഫംഗ്ഷൻ്റെ ബ്ലോക്കിലേക്ക് അയച്ചു കൊടുക്കണം. ഏതൊക്കെ വാല്യൂ അയച്ചു കൊടുക്കേണ്ടത്? എൻ്റെയും ബിൻ്റെയും ആണ്. അപ്പോൾ എ, ബി എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നുണ്ട്? ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് ആർഗ്യുമെന്റ്സ് എവിടത്തേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്? ഫംഗ്ഷന്റെ ഡെഫിനിഷൻ ബ്ലോക്കിലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അയച്ചു കൊടുക്കുന്ന നേരെ എക്സിക്യൂട്ട് കൺട്രോൾ ഡെഫിനിഷൻ ബ്ലോക്കിലേക്കല്ലേ വരിക. അപ്പോൾ അയച്ചു കൊടുക്കുന്നതിന് റിസീവ് ചെയ്യാൻ ഉള്ള കാര്യങ്ങൾ എവിടെ പറയണം? ഇവിടെ പറയണം, ബ്രാക്കറ്റിന്റെ അകത്ത് അല്ലേ? അപ്പോൾ ഇവിടെ ഞാൻ കൊടുക്കുകയാണ് ഇൻഡ് എക്സ് കോമ ഇൻഡ് വൈ എന്ന് കൊടുക്കണം. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കീബോർഡ് വഴി സ്കാനഫ് വർക്ക് ചെയ്യുന്ന സമയത്ത് എക്കും ബിക്കും കിട്ടിയ വാല്യൂ ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യും, ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യും. എന്റെ വാല്യൂ ആർക്ക് കിട്ടും? എക്സിനും. ബിന്റെ വാല്യൂ വൈക്കും കിട്ടും. ഇവിടെ ഡാറ്റ ടൈപ്പ് മിസ്മാച്ച് ആവരുത്. എന്റെ ഡാറ്റ ടൈപ്പും ബിന്റെ ഡാറ്റ ടൈപ്പും ഒക്കെ എല്ലാവരും ഇൻറ്റീജർ ആണെന്നൊരു കുഴപ്പമില്ല. അപ്പൊ ഇവിടുന്ന് അയക്കുന്ന ഡാറ്റ ടൈപ്പ് എന്റെ ഡാറ്റ ടൈപ്പും ഈ എക്സിന്റെ ഡാറ്റ ടൈപ്പും സെയിം ആയിരിക്കണം. ഡാറ്റ ടൈപ്പ് മിസ്മാച്ച് വരാൻ പാടില്ല. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്റെ ഡാറ്റ ടൈപ്പ് എക്സിന്റെ ഡാറ്റ ടൈപ്പ് എന്തായിരിക്കണടാ? സെയിം ആയിരിക്കണം. ബിന്റെ ഡാറ്റ ടൈപ്പും വൈൻ്റെ ഡാറ്റ ടൈപ്പും സെയിം ആയിരിക്കണം. അപ്പോൾ കോളിയം അയക്കുന്നത് ആ 1-to-1 കറസ്പോണ്ടൻസ് വെച്ചിട്ടാണ്. ഒന്നാമത് പാസ് ചെയ്യുന്ന വാല്യൂ ഇവിടെ കിടക്കുന്ന ഒന്നാമത്തെ വേരിയബിളിനും രണ്ടാമത് പാസ് ചെയ്യുന്ന വാല്യൂ രണ്ടാമത്തേനും കിട്ടും. ഇവിടെ ഒരു 3 ഉണ്ട് വെച്ചാൽ എൻ്റെ എക്സ് കോമ ഇൻറ്റു വൈ കോമ ഇൻറ്റു സെഡ് എന്നുണ്ടെന്ന് വെച്ചാൽ ഇൻറ്റു സെഡ്. ഇവിടുന്ന് എത്ര അയക്കുന്നത്? 2. ഇവിടെ റിസീവ് ചെയ്യാൻ എത്ര ഉണ്ട്? 3 അല്ലേ? അപ്പോൾ ഇവിടെ ഒന്ന് അധികം വന്നില്ലേ? അപ്പോൾ ഇത് ഗാർബേജ് വാല്യൂ വെച്ചിട്ട് ഇനീഷ്യലൈസ് ചെയ്യപ്പെടും സെറ്റ്. അപ്പോൾ 2 അയക്കുന്നുണ്ട്. ഇപ്പോൾ മാങ്ങ മേലെ 2 മാങ്ങ പറിച്ചിരുന്ന, അപ്പോൾ 2 മാങ്ങനെ പിടിക്കാൻ എത്ര കൈ വേണോ? 2 കൈ വേണം. അതേപോലെ കോളിയും അയക്കുന്നതിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രാക്കറ്റിന്റെ അകത്ത് എന്ത് നമ്മൾ ആർഗ്യുമെന്റ്സ് പറയുന്നത്. ക്ലിയർ? അപ്പോൾ എക്സിനും വൈനും ആരെയൊക്കെ വാല്യൂ കിട്ടിയിട്ടുണ്ടാവും? എൻ്റെയും ബിൻ്റെയും വാല്യൂ കിട്ടിയിട്ടുണ്ട്. എന്റെ വാല്യൂ ആയ 2 3 നമ്മൾ കൊടുത്തേ. എന്റെ വാല്യൂ ആയ 2 ആർക്ക് കിട്ടും? എക്സിനും. ബിന്റെ വാല്യൂ ആയ 3 വൈക്കും കിട്ടും. ഇനി ഇതിന്റെ അകത്ത് ഞാൻ ലോക്കലി ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാണ്, ഇൻറ്റു സെഡ് എന്ന് പറഞ്ഞിട്ട്. സെഡ് ഈസ് എ ലോക്കൽ വേരിയബിൾ. സെഡിന്റെ അകത്ത് എനിക്ക് എന്ത് ചെയ്യണം? ഇതിന്റെ റിസൾട്ട് എടുത്ത് വെക്കണം. എന്ത് ചെയ്ത് എനിക്ക് സെഡ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ. എക്സിന് കിട്ടിയ വാല്യൂ വൈന് കിട്ടിയ വാല്യൂ കൂട്ടിയിട്ട് എവിടെ വെക്കുന്നു? സെഡിൽ വെക്കുന്നു. ഇനിയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം സെഡിന്റെ കയ്യിൽ എന്തുണ്ടടാ? റിസൾട്ട് ഉണ്ട് അല്ലേ? ഈ റിസൾട്ട് ആർക്ക് അയച്ചു കൊടുക്കണം? ആരാണോ ഈ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനായ ആഡിന് വിളിച്ച് അയാൾക്ക് തിരിച്ചയക്കണം. അപ്പൊ അങ്ങനെ തിരിച്ചയക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കീവേഡാണ് റിട്ടേൺ. റിട്ടേൺ ഇട്ടിട്ട് നമ്മൾ സ്പേസ് ഇട്ടിട്ട് ഏത് വാല്യൂ അയക്കേണ്ടതെന്ന് പറയും. ഏതിലുള്ള വാല്യൂ തിരിച്ചയക്കണ്ടേ? സെഡിലുള്ള വാല്യൂ. അപ്പൊ റിട്ടേൺ സെഡ് എന്ന് കൊടുത്താൽ മതി. റിട്ടേൺ സെഡ് സെമികോളൻ നിങ്ങൾ കൊടുത്താൽ എന്ത് ചെയ്യും? സെഡിലുള്ള വാല്യൂ ആരാണോ വിളിച്ചാൽ തിരിച്ചയക്കും. അപ്പൊ തിരിച്ചയക്കേണ്ട ഡാറ്റേന്റെ ടൈപ്പ് എന്താടാ? സെഡിന്റെ ഡാറ്റ ടൈപ്പ് എന്താ? തിരിച്ചയക്കേണ്ട ഡാറ്റയുടെ ഒരു ടൈപ്പ് എന്താ? ഇൻറ്റീജർ ആണ്. അപ്പൊ ഇതല്ലേ റിട്ടേൺ ടൈപ്പ് പറയുന്ന ഏരിയ. ആ റിട്ടേൺ ടൈപ്പ് എന്തായിരിക്കണം? ഇൻഡ് ആയിരിക്കണം. അതുപോലെ ഓൾറെഡി നമ്മളിവിടെ ഡെഫിനേഷൻസ് ഒക്കെ കൊടുത്താൽ അതേ പേര് ഇനി എവിടെയും കൊടുക്കാം. ഇവിടെ ഇൻഡ് ആണെങ്കിൽ ഇവിടെ ഇൻഡ്, ഇവിടെ ഡിക്ലെയറിന്റെ സ്ഥലത്ത് ഫ്ലോട്ട് ആണെങ്കിൽ ഇവിടെ ഫ്ലോട്ട്. അപ്പൊ തിരിച്ചയക്കേണ്ട ഡാറ്റന്റെ ടൈപ്പാണ് നമ്മളിവിടെ പറയുന്നത്. തിരിച്ചയക്കുന്നത് സെഡ് ആയതുകൊണ്ട് സെഡിന്റെ ഡാറ്റ ടൈപ്പ് ഇൻറ്റീജർ ആണ്. ഇനി ഈ റിസൾട്ട് എവിടത്തേക്ക് വരും? എവിടുന്ന കോൾ വന്നേ? ഇവിടുന്നല്ല കോൾ വന്നേ. അപ്പൊ ഇവിടത്തേക്കല്ല റിട്ടേൺ ചെയ്യാം. സെഡിന്റെ വാല്യൂ എവിടത്തേക്ക് റിട്ടേൺ ചെയ്യും? ഇവിടത്തേക്ക്. എവിടുന്നാണോ പോയി അവിടത്തേക്ക് തിരിച്ചു വരാം. അപ്പൊ ആ തിരിച്ചു വരുന്ന സെഡിലെ വാല്യൂനെ നമുക്ക് ഇവിടെ റിസീവ് ചെയ്യാം. മെയിൻ്റെ അകത്ത് റിസീവ് ചെയ്യണമെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതാം. സി ഈസ് ഈക്വൽ ടു ആഡ് ഓഫ് എ പ്ലസ് എ കോമ ബി കോമ സി. സോറി, സി ഈസ് ഈക്വൽ ടു ആഡ് ഓഫ് എ കോമ ബി. അതായത് ഇവിടുന്ന് റിട്ടേൺ ചെയ്യുന്ന, ഇവിടുന്ന് സെഡിന്റെ അകത്തുള്ള വാല്യൂ ഇവിടത്തേക്ക് റിട്ടേൺ ചെയ്യുമ്പോൾ ആ വാല്യൂ എവിടത്തേക്ക് സ്റ്റോർ ചെയ്യുന്നു?
സീൻ്റെ അകത്തേക്ക് അസൈൻമെന്റ് ഓപ്പറേറ്റർ വെച്ച് സ്റ്റോർ ചെയ്യും. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? സി നമ്മൾ ഓൾറെഡി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇനി സീൻ്റെ അകത്ത് ഇപ്പൊ എന്തുണ്ടടാ? റിസൾട്ട് ഉണ്ട്. ഈ റിസൾട്ട് നമുക്ക് പ്രിന്റ് ചെയ്യണം. അപ്പൊ പ്രിന്റ് ചെയ്യണം എന്ത് ചെയ്യാം? പ്രിന്റ് ഓഫ് വെച്ചിട്ട് ആരെ പ്രിന്റ് ചെയ്യാം? സീൻ അങ്ങ് പ്രിന്റ് ചെയ്യാം അല്ലെ? ദ റിസൾട്ട് ഈസ് എന്നുള്ള മെസ്സേജ് കൊടുക്കുന്നു. അതിന് ശേഷം വേണം ട്രയൽ വരാൻ. അവിടെ പെർസെൻറ്റേജ് ഡി വെച്ചു, കോമ സി. കഴിഞ്ഞു. റൺ ചെയ്ത് നോക്കാം. പ്രൊജക്റ്റിൽ പോയിട്ട് കമ്പയർ ചെയ്യാണ്. എറേഴ്സ് ഒന്നും തന്നെ ഇല്ല. ഡീബഗിൽ പോയിട്ട് എന്ത് ചെയ്യാണ്? റൺ ചെയ്യാണ്. എൻ്റർ 2 നമ്പേഴ്സ് എന്നുള്ള മെസ്സേജ് പ്രിന്റ് ആയിട്ട്, അതായത് മെയിൻ്റെ അകത്താണ് എക്സിക്യൂഷൻ വന്നിട്ടുള്ളത്. ഞാൻ 2 അടിക്കുന്നു, എൻ്റർ അടിക്കുന്നു, 3 അടിക്കുന്നു, എൻ്റർ അടിക്കും. എൻ്റർ അടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യടാ? സ്കാനഫിന് വാല്യൂ കിട്ടും. ആ വാല്യൂ ഫംഗ്ഷന് പാസ് ചെയ്യും. നേരെ എക്സിക്യൂഷൻ കൺട്രോൾ ഇവിടത്തേക്ക് വരും. ഈ ആഡിൻ്റെ ഡെഫിനിഷൻ ബ്ലോക്കിലേക്ക് വരും. അവിടെ നിന്ന് എന്ത് ചെയ്യും? ഓപ്പറേഷൻ നടത്തിയിട്ട് റിസൾട്ട് എവിടെ നിന്ന് സെഡിൽ അകത്തുള്ള റിസൾട്ട് തിരിച്ചങ്ങോട്ട് അയച്ചു. അപ്പോൾ എൻ്റർ അടിക്കുമ്പോൾ അത്രയും കാര്യം അവിടെ സംഭവിക്കുന്നുണ്ട്. ഡെഫിനിഷൻ ബ്ലോക്കിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട്. അവിടെ ഓപ്പറേഷൻ നടത്തി റിസൾട്ട് മെയിനിലേക്ക് തിരിച്ചയക്കുന്നുണ്ട്. റിസൾട്ട് എവിടുന്ന പ്രിന്റ് ആയ? മെയിനിലാണ് പ്രിന്റ് ആയ. കാരണം മെയിൻ പ്രിന്റ് ആകാൻ കാരണം എന്താ? സിക്ക് എന്ത് വാല്യൂ കിട്ടിയിട്ടുണ്ട്? സെറ്റിലെ വാല്യൂ സിയിൽ എത്തിച്ചിട്ടുണ്ട്. ക്ലിയർ? പറഞ്ഞ മനസ്സിലായോ? ആ ഫ്ലോ കറക്റ്റ് ആയിരിക്കണം. എങ്ങനെ എങ്ങോട്ട് പോകുന്നു, എവിടത്തേക്ക് തിരിച്ചു വരുന്നു. അപ്പൊ അങ്ങനെ ഇവിടത്തേക്ക് തിരിച്ചു വന്നു അല്ലെ? ഇവിടത്തേക്ക് തിരിച്ചു വന്ന ശേഷം പിന്നെ ഇവിടുന്ന് എക്സിക്യൂഷൻ കൺട്രോൾ കണ്ടിന്യൂഷൻ പിന്നെ എങ്ങനെയാണ്? ഈ ലൈൻ. അപ്പൊ ഇവിടുന്നല്ല കോള് വന്നേ. അപ്പോഴാണ് എവിടത്തേക്ക് പോയി? യൂസർ ഡിഫൈൻഡ് ബ്ലോക്കിലേക്ക് പോയേ. അതിനുശേഷം തിരിച്ച് ഇവിടത്തേക്ക് തന്നെ വന്ന ശേഷം പിന്നെ നേരെ താഴെയുള്ള ബാക്കി കോഡുകൾ വർക്ക് ചെയ്യും. ഒറ്റ പ്രോഗ്രാം പഠിച്ചു കഴിഞ്ഞാൽ 2 എണ്ണത്തിന്റെ ഔട്ട്പുട്ട്. നമുക്ക് ലാബിൽ 2 പ്രോഗ്രാം. ഒന്നെന്താ? ഫംഗ്ഷൻ വിത്ത് നോ ആർഗ്യുമെന്റ് നോ റിട്ടേൺ വാല്യൂ. ഒന്ന് ഫംഗ്ഷൻ വിത്ത് ആർഗ്യുമെന്റ് ആൻഡ് റിട്ടേൺ വാല്യൂ. ഒന്ന് പഠിച്ചാൽ മറ്റേ മാറ്റാൻ വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. ഇത് എക്സാമിന് വരും.